ദൈവം നൽകിയ മനുഷ്യജീവനിൽ ഇടപെടുമ്പോൾ ജാഗ്രത വേണമെന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. KCBC പ്രോലൈഫ് സമിതിയുടെ 2026 സംസ്ഥാനതല പ്രോലൈഫ് ദിനാഘോഷം തലശ്ശേരി അതിരൂപത പാസ്റ്ററൽ സെന്ററിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. ബത്തേരി രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിച്ചു. 2027 പ്രോലൈഫ് ദിനാഘോഷങ്ങൾക്ക് പാറശാല രൂപത ആതിഥേയത്വം വഹിക്കും. മനുഷ്യജീവനെ സൃഷ്ടിക്കുവാൻ ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. രൂപപ്പെടുത്തുവാൻ കഴിയാത്ത ഒന്നിനെ നശിപ്പിക്കുവാൻ, അതിന്റെ മേൽ കയ്യേറ്റം നടത്തുവാൻ ഭരണകൂടത്തിനും ഒരു ജസ്റ്റിസിനും അധികാരമില്ലെന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ഉദരത്തിൽ രൂപം കൊണ്ട ഓരോ കുഞ്ഞിനും ജനിക്കുവാനും ജീവിക്കുവാനും അവകാശമുണ്ട്. ഈ സത്യം സമൂഹത്തോട് മടിയും മറയുമില്ലാതെ വിളിച്ചു പറയുന്ന പ്രേക്ഷിതരാണ് പ്രോലൈഫ് ശുശ്രൂഷകരെന്നും ചൂണ്ടിക്കാട്ടി. വിവാഹം വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുന്ന ആധുനിക യുവതലമുറയ്ക്ക് വ്യക്തമായ ദർശനം നൽകുവാൻ സഭയ്ക്ക് വലിയ ചുമതലയുണ്ട്. അതാണ് പ്രോലൈഫ് നിർവഹിക്കുന്നതെന്നും മാർ പാംബ്ലാനി വ്യക്തമാക്കി. KCBC പ്രോലൈഫ് സമിതിയുടെ 2026 സംസ്ഥാനതല പ്രോലൈഫ് ദിനാഘോഷം തലശ്ശേരി അതിരൂപത പാസ്റ്ററൽ സെന്ററിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. മരണസംസ്കാരം അതിന്റെ വിവിധ ഭീകര രൂപം ഉയർത്തുമ്പോൾ അതിനെ തടയുവാനും നേരിടുവാനും പ്രോലൈഫ് സമിതിയുടെ പ്രവർത്തകർക്ക് ആഗോളതലത്തിൽ കഴിയുന്നുവെന്ന് അധ്യക്ഷപ്രസംഗം നടത്തിയ ബത്തേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് പറഞ്ഞു. KCBC പ്രോലൈഫ് സംസ്ഥാന സമിതി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ യൂസിബിയൂസ് ഓൺലൈൻ സന്ദേശം നൽകി. തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിനോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അർപ്പിക്കുന്ന ദിവ്യബലിയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് KCBC പ്രോലൈഫ് സമിതി സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ ചൂരപ്പറമ്പിൽ പതാക ഉയർത്തി. ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ, മുൻ പ്രസിഡന്റ് സാബു ജോസ്, ട്രഷറർ ടോമി പ്ലാത്തോട്ടം, ആനിമേറ്റർ സിസ്റ്റർ മേരി ജോർജ്, തലശ്ശേരി അതിരൂപത പ്രോലൈഫ് സമിതി ഡയറക്ടർ ഫാദർ ജോബി കോവാട്ട്, പ്രസിഡന്റ് ലോറൻസ് കടിക്കാട്ടിൽ, സീറോ മലബാർ പ്രോലൈഫ് അപ്പസ്തോലേറ്റ് സെക്രട്ടറി ജോയ്സ് മുക്കുടം, KCBC പ്രോലൈഫ് സമിതി കൾച്ചറൽ ഫോറം കോർഡിനേറ്റർ ആന്റണി പത്രോസ് തുടങ്ങിയവരും പ്രസംഗിച്ചു. ജീവന്റെ സംരക്ഷണം, സാമൂഹ്യ നന്മയ്ക്കെന്ന വിഷയത്തിൽ ഡോക്ടർ ഫ്രാൻസിസ് ജെ ആറാടനും ജീവനെ ഹനിക്കുന്ന ലഹരിയുടെ പുതിയ രൂപവും ഭാവവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഫെലിക്സ് ജെയിംസും ക്ലാസുകൾ നയിച്ചു. ജീവസംരക്ഷണം, സാമൂഹ്യ നന്മയ്ക്ക് എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യം. ടോമി ഒലിക്കൽ, സിസ്റ്റർ ലിൻഡ SHF, സെമിലി സുനിൽ, ഷീബ തെക്കേടത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ വെച്ച് മരിയ ഭവൻ പൂപ്പറമ്പ്, സ്നേഹാലയം അമ്പലത്തറ, സ്നേഹഭവൻ കൊളയാട്, ആശാഭവൻ കുറുവഞ്ചാൽ എന്നീ സ്ഥാപനങ്ങളുടെയും ഫാദർ പ്രിയേഷ് കളരിമുറിയിൽ, ഷാജിയാൻ ബോബി വെറനാനിക്കൽ വലിയ കുടുംബത്തെയും KCBC പ്രോലൈഫ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കൂടാതെ 40ഓളം സ്ഥാപനങ്ങളെ കൂടി തലശ്ശേരി അതിരൂപത ആദരിച്ചു. തുടർന്ന് 2027 പ്രോലൈഫ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന പാറശാല രൂപതയ്ക്ക് വേണ്ടി പാറശാല പ്രോലൈഫ് സമിതി ഭാരവാഹികൾ പതാക ഏറ്റുവാങ്ങി. കേരളത്തിലെ മുഴുവൻ രൂപതകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തുടർന്ന് പ്രോലൈഫ് ജപമാല റാലിയും കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തപ്പെട്ടു. ഷെഖേന ന്യൂസ്, കണ്ണൂർ.